സ്പൈസസ് ബോർഡും കേന്ദ്ര സർക്കാരും അവഗണിക്കുമ്പോഴും ഇടുക്കിയിലെ ഏലം കർഷകരെ ചേർത്ത് നിർത്തുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതെന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗം CU ജോയ്. കാർഷിക നഷ്ടം നേരിട്ട ഏലം കർഷകർക്കായി സംസ്ഥാന സർക്കാർ 5 കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ വർഷം 10 കോടി രൂപ അനുവദിച്ചിരുന്നെന്നും CU ജോയ് പറഞ്ഞു. ഇതോടൊപ്പം ജില്ലയിൽ ഏലം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂമിക്ക് പട്ടയം നൽകുന്നതിനും സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. കാലങ്ങളായി നിലനിന്ന തോപ്രാംകുടി അടക്കമുള്ള മേഖലയിലെ പട്ടയ പ്രശ്നത്തിനും പരിഹാരമായെന്നും CU ജോയ് വ്യക്തമാക്കി. ജില്ലയിലെ ഏലം കൃഷി, ഇടുക്കി ജില്ലയിലെ ഏലം കൃഷി കഴിഞ്ഞ വർഷം നശിച്ച് നാരായണക്കല്ല് പിടിച്ച് അത് ഉണങ്ങി നശിച്ചു പോയ കാര്യം നമുക്കറിയാം. ബഹുമാനപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെൻറ് മന്ത്രിസഭ ഇന്നലെ ഇടുക്കി ജില്ലയിലെ ഏലം കൃഷിക്കാർക്ക് നഷ്ടപരിഹാരമായി 5 കോടി രൂപ അനുവദിച്ചു എന്ന സഹായകരമായൊരു അനുഭവം അതിൻ്റെ വാർത്ത ശ്രവിച്ചപ്പോൾ ഈ ഇടുക്കി ജില്ലയിലെ ചെറുകിട ഏലം കൃഷിക്കാരന് പുളകമണിയിക്കുന്ന ഒരു നടപടിയാണ് ഉണ്ടായത്. ആ കഴിഞ്ഞ വർഷം 10 കോടി രൂപ അനുവദിച്ചു. ഈ പ്രാവശ്യം ഇപ്പോൾ അതേ 5 കോടി രൂപയോടെ അനുവദിച്ച് ഏലം കൃഷിക്കാരനെ സംരക്ഷിക്കുന്ന നടപടിയിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ എല്ലാ രജിസ്റ്ററിൽ ലാൻഡ് രജിസ്റ്ററിൽ ഏലമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കൃഷിഭൂമിക്ക് പട്ടയം കൊടുക്കാൻ നടപടിയില്ല. ഇപ്പോൾ ആ നിരന്തരമായ നിവേദനവും നിരന്തരമായ മെമ്മോറാണ്ടത്തിന്റെ അടിസ്ഥാനത്തിലും ബഹുമാനപ്പെട്ട കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും അതുപോലെ തന്നെ റവന്യൂ വകുപ്പും ഇരിക്കുന്ന മന്ത്രി സഖാവ് K. രാജൻ്റെ ഇടപെടലും കൊണ്ട് ആ ഏലം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങൾ പട്ടയം തോപ്രാംകുടി അടക്കം ഇടുക്കിയിലെ ഉടുമ്പൻചോല താലൂക്കിലടക്കമുള്ള നിരവധി കൃഷിഭൂമിക്ക് പട്ടയം കൊടുക്കാനുള്ള നടപടി വേഗത്തിലാകുന്നു എന്ന ശുഭകരമായൊരു വാർത്തയാണ്